ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 16, ഒന്നാമത്തെ വായനാ ഭാഗം 1 രാജാക്കന്മാർ 11-ാം അധ്യായം. 11-ാം അധ്യായത്തിൽ ശലോമോൻ ചെയ്ത ഒരു തെറ്റായ പ്രവൃത്തിയെ, ഒരു തെറ്റ് ചെയ്തു, അതിനെ ആവർത്തിച്ച് വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്യുന്നതിനെ സംബന്ധിച്ചും അങ്ങനെ ശലോമോൻ്റെ ജീവിതത്തിലുണ്ടായ അപജയവും ആണ് ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെയും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ്, അതിൻ്റെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൽ സംഭവിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ശലോമോൻ ഫറവോൻ്റെ മകളെ വിവാഹം ചെയ്തത് നമുക്ക് അറിയാമല്ലോ. ഫറവോൻ്റെ മകളെ ആണ് ആദ്യം വിവാഹം ചെയ്യുന്നത്. കൂടാതെ മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ, അങ്ങനെ അന്യജാതിക്കാരത്തികളെയും ഒക്കെ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അനേക സ്ത്രീകളെയും വിവാഹം കഴിച്ച് അവരോടൊക്കെ ഭയങ്കര സ്നേഹമായി. പക്ഷേ ദൈവം ഇസ്രായേൽ ജനത്തിനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അന്യ ജാതികളുമായിട്ട് കൂടിക്കലർച്ചരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ചരുത്, അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയും. അതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ പറയുന്നത്, അത് ചെയ്യരുതെന്ന്. ഇന്ന് ഇസ്രായേൽ മക്കളോട് അരുളി ചെയ്ത അന്യജാതിക്കാരിൽ നിന്നവരെ തന്നെ ഇവിടെ വിവാഹം കഴിച്ചു. അവരോട് അങ്ങ് പറ്റിച്ചേർന്നു. അവന് 700 കുലീന പത്നികളുണ്ടായിരുന്നു, 300 വെപ്പാട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ ശലോമോൻ്റെ ഹൃദയത്തെ വശീകരിക്കുകയും എന്നിട്ട് അവരുടെ ദേവന്മാരെ, സീദോന്യ ദേവിയായ അസ്തോരത്തിനെയും അമ്മോന്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ മിൽക്കോമിനെയൊക്കെ ചെന്ന് സേവിച്ചു. വേറെയും കാണും, വേറെയും വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. മോവാബ്യരുടെ ഇവിടെ വേറെയും ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോഷ്, അമ്മോൻ്റെ മ്ലേച്ഛ വിഗ്രഹമായ മോലേക്ക്, ഇവർക്കൊക്കെ പൂജാഗിരികൾ പണിയുക, അവർ ആ സ്ത്രീകളോടുകൂടെ പോയി അവിടെ പൂജ കഴിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വലിയ തെറ്റ് ഈ മനുഷ്യൻ ചെയ്തു എന്നുള്ളതാണ്. അത് ദൈവത്തിന് അഹിതമായൊരു കാര്യമാണ്. താഴെ 2-ാമത്തെ പാരഗ്രാഫിൽ തനിക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാർ ചെന്ന് സേവിക്കരുതെന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ വിട്ട് ശലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുകൊണ്ട് യഹോവ അവനോട് കോപിച്ചു. അപ്പോൾ എന്നിട്ട് താഴെ ദൈവം പറയുന്നത്, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിൻ്റെ പേരിലിരിക്കുക കൊണ്ട് ഞാൻ രാജ്യത്വം നിങ്കിൽ നിന്ന് പറിച്ച് നിൻ്റെ ദാസന് കൊടുക്കും. എങ്കിലും നിൻ്റെ അപ്പനായ ദാവീദിന് നിമിത്തം ഞാൻ നിൻ്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല. എന്നാൽ നിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് അത് പറിച്ചു കളയും. എങ്കിലും രാജ്യത്വം മുഴുവനും പറിച്ചു കളയാതെ എൻ്റെ ദാസനായ ദാവീദിന് നിമിത്തം ഞാൻ ഒരു ഗോത്രം അവൻ്റെ മകന് കൊടുക്കും, അല്ലെങ്കിൽ നിൻ്റെ മകന് കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ യഹൂദ ഗോത്രത്തെ മാത്രം നിർത്തിക്കൊണ്ട് ബാക്കി ഗോത്രങ്ങളെല്ലാം മറുപക്ഷത്താകുന്ന മറ്റൊരു രാജ്യമാക്കി അതിനെ മാറ്റും എന്നുള്ളതാണ്. അങ്ങനെ 2 രാജാക്കന്മാർ എന്ന നിലയിലേക്ക് പോകും. ഇത് അവിഭക്ത ഇസ്രായേൽ എന്ന ആ സംഗതി മാറാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര ഉന്നതനായാലും, എത്ര ജ്ഞാനിയായാലും, എത്ര ശ്രേഷ്ഠനായാലും, എത്ര സമ്പത്തുള്ളവനായാലും, എത്ര മഹത്വമുള്ളവനായാലും, ലോകത്തിന് എത്ര ഉന്നതനായിരുന്നാലും ദൈവത്തെ വിട്ടുമാറുന്നതിൻ്റെ ഗതി ഇത് തന്നെയാണ്. ദൈവം അവിടെ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ശലോമോനോട് ദൈവം പറയുന്നതും പിന്നീട് ശലോമോനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയും ശലോമോന് കൊടുക്കുന്ന ശിക്ഷയും. ശലോമോൻ അത് അറിയുന്നില്ല, പക്ഷേ ആ രാജ്യത്വം 2ആയി മാറുന്നത് നമ്മളറിയുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഹദദ് എന്നൊരു പ്രതിയോഗിയെ, അത് അവൻ ഏതോമ്യനായ ഹദദ്, അതുപോലെ വേറൊരു പ്രതിയോഗി രസോൻ എന്ന മറ്റൊരു പ്രതിയോഗി, ഇവരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അതുവരെയും അവർക്കൊന്നും ശക്തിമാരായിരുന്നില്ല. അവരൊക്കെ ഓടിയൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവരാണ്. പണ്ട് ഇസ്രായേൽ യുദ്ധം ചെയ്ത സമയത്തും ഒക്കെ പേടിച്ചും ഒക്കെ മാറിപ്പോയവരാണ്. അവരൊക്കെ ഇപ്പം മുതിർന്ന് വലിയവരായി. അവർക്ക് ഇപ്പം ഒരു എതിരാളിയാകാൻ തക്കവണ്ണം ഉള്ളൊരു മനസ്സ് അവർക്കുണ്ടായി എന്നുള്ളതാണ്. അത് ദൈവം ആണ് ഇത് ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ദൈവം അവിടെ എഫ്രൈമിൽ നിന്ന് ഒരു യൊരോബയാം എന്നൊരു മനുഷ്യൻ, നെബാത്തിൻ്റെ മകൻ യൊരോബയാം എന്ന് ഒരുപാട് തവണ ദൈവം ഈ പുസ്തകത്തിൽ പറയുന്ന നമുക്ക് കാണാം. നെബാത്തിൻ്റെ മകനായ യൊരോബയാം. അപ്പോൾ അങ്ങനെ ഒരു ദാസനുണ്ടായിരുന്നു. അപ്പോൾ അവനോട് അഹിയാ പ്രവാചകന്
അഹിയ പ്രവാചകനോട് പറഞ്ഞിട്ട് അഹിയ പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാട് അയാളെ അറിയിക്കുകയാണ്. ഈ യൊരോബയാം വളരെ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. വളരെ പ്രാപ്തിയുള്ള മനുഷ്യനായിരുന്നു, പരിശ്രമശീലനായിരുന്നു, യൗവനക്കാരനായിരുന്നു. ഈ ശലോമൻ തന്നെ യോസഫ് ഗ്രഹത്തിൻ്റെ കാര്യാദികളൊക്കെ അവൻ്റെ വിചാരണയിൽ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ യൊരോബയാമിനോട് അഹിയ പ്രവാചകൻ പറഞ്ഞു, ഉടുത്തുകൊണ്ട് വന്ന അങ്കി പിടിച്ചിട്ട് 12 കഷ്ണമായിട്ട് കീറി. എന്നിട്ട് യൊരോബയാമിനോട് 10 കഷ്ണം കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ യഹോവ നിനക്ക് 10 ഗോത്രം നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ദാവീദ് നിമിത്തം ഒരു ഗോത്രം അവനിരിക്കും, ബാക്കി നിനക്ക് തരും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സീദോന്യ ദേവിയെ അസ്തോരത്തിനെയും മോവാബി ദേവനായ കെമോശിനെയും അമ്മോരി ദേവനായ മിൽക്കോമിനെയും ഒക്കെ പോയി ശലോമൻ സേവിക്കൊണ്ടാണ്. അവൻ്റെ അപ്പനായ ദാവീദിനെ പോലെ അവൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനും അതിനുള്ള ഇത് കൊടുക്കുന്നുണ്ട്. യൊരോബയാമിനോടും പറയുന്നുണ്ട്, നീ എൻ്റെ കഴികളിൽ, അതായത് നീയോ നിൻ്റെ ഇഷ്ടം പോലെയൊക്കെ വാണ് ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടത് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെ നീ കേട്ട് എൻ്റെ വഴിയിൽ നടന്ന് എൻ്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമുള്ളത് ചെയ്താൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ ദാവീദിനെ പണിതതുപോലെ നിനക്ക് സ്ഥിരമായൊരു ഗൃഹം പണിത് ഇസ്രായേലിന് നിനക്ക് തരും. ദാവീദിൻ്റെ സന്തതിയോ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും, സദാകാലത്തേക്ക് അല്ലതാനും. അതുകൊണ്ട് ശലോമൻ യൊരോബയാമിനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുകയാണ്. അയാൾക്കും ഒരു നിയമം കൊടുക്കുകയാണ് ദൈവം. നീ എന്നെ ആശ്രയിച്ചും എന്നെ വിശ്വസിച്ചും എന്നിൽ ഏകാഗ്രമായിരുന്നു ജീവിതം മുന്നോട്ട് പോയാൽ ദാവീദിനോട് ചെയ്തതൊക്കെ ഞാൻ നിനക്കും ചെയ്യും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് നിന്നിലേക്ക് ഇത് വരുന്നത്, അല്ലെങ്കിൽ ഈ രാജ്യത്വം നിന്നെ രാജാവാക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് അവിടെ അഹിയ പ്രവാചകൻ പറയുന്നത്, മോവാബി ദേവനായ കെമോശിനെയും അസ്തോരത്തിനെയും അതുപോലെ തന്നെ മിൽക്കോമിനെയും ഒക്കെ പോയി നമസ്കരിച്ചത് കൊണ്ടാണ് രാജ്യത്വം അവരിൽ നിന്ന് കീറി നിനക്ക് തരുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് അവനോടും പറയുന്നത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ശരിക്കത് ചിന്തിക്കേണ്ടതും മനസ്സിൽ കരുതേണ്ടതുമായ ഒരു വിഷയമായിരുന്നു യൊരോബയാം. പക്ഷേ നമ്മൾ മുന്നോട്ട് കാണുന്നത് യൊരോബയാം അങ്ങനെ ചെയ്തില്ല. നെബാത്തിൻ്റെ മകനായ യൊരോബയാം ചെയ്തതുപോലെ എന്നാണ് നമ്മൾ പിന്നീട് വായിക്കുക. അതെന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം അടുത്ത അധ്യായങ്ങളിൽ. അതുകൊണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ചല്ലോ. അപ്പോൾ തന്നെ ശലോമോൻ യൊരോബയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു. അപ്പം മിസ്രൈം രാജാവിൻ്റെ അവിടെ പോയി തൽക്കാലം ശലോമോൻ്റെ മരണം വരെ മിസ്രൈമിൽ ജീവിച്ചു. അപ്പോൾ ശലോമോന് ശേഷമാണല്ലോ ഇത് സംഭവിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് ശലോമോൻ്റെ മരണം വരെ അവിടെ താമസിച്ചു. പിന്നെ നമ്മൾ കാണുന്ന ശലോമോൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും ജ്ഞാനവും ശലോമോൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ശലോമോൻ എല്ലാ ഇസ്രായേലിനെയും വാണ സംവത്സരം 40 40 വർഷമാണ് അവിടെ ഉണ്ടായത്. ശലോമോൻ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിൻ്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദിൻ്റെ നഗരത്തിലാണ്, കല്ലറയിലല്ല. ദാവീദിനെ അടക്കം ചെയ്തതിനടുത്ത് തന്നെ അടക്കം ചെയ്തു. ശലോമോൻ്റെ മകനായ രഹബയാം, ഈ രഹബയാമും യൊരോബയാമും മാറിപ്പോകരുത്. രഹബയാം മകനും യൊരോബയാം എന്ന് പറയുന്നത് ഈ അഹിയ പ്രവാചകൻ ഇടപെട്ട് സംസാരിച്ച ആ ദാസനായ എഫ്രൈമിനായ അയാളുടെ പേരാണ് യൊരോബയാം. ഇത് രഹബയാമാണ് പുതുതായിട്ട് ശലോമോൻ്റെ മരണശേഷം രാജാവായി വരുന്നത്. രാജാവായിട്ട് ഇപ്പം രഹബയാം ഇരിക്കുന്നൊരു കാലത്തിലാണ് നമ്മൾ വന്ന് ഈ രചന അല്ലെങ്കിൽ ഈ കാലം നമ്മൾ വായിച്ചു വന്നത് നിൽക്കുന്നത്. രണ്ടാമത്തെ വായന ഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം. ഇവിടെ യെഹോയാക്കീമിൻ്റെ മകനായ കൊന്യാവിന് പകരം യോശിയാവിൻ്റെ മകനായ സിദക്കിയാവ് രാജാവായി. അപ്പം യഹോയാക്കീമിനോട് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ അരുളപ്പാട് നമ്മൾ വായിച്ചത്, നിനക്ക് രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു മകൻ ഉണ്ടാകുകയില്ല എന്നാണ്. അപ്പോൾ ആ മകനാണ് കൊന്യാവ്, അല്ലെങ്കിൽ യഹോയാക്കീൻ, അല്ലെങ്കിൽ വേറൊരു പേരെന്തായിരുന്നു ആ രാജാവ്, ഈ കൊന്യാവ് അല്ലെങ്കിൽ യഹോയാക്കീമിൻ്റെ മകൻ 3 മാസമേ രാജാസനത്തിലിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ചിറ്റപ്പൻ എന്ന് പറഞ്ഞാൽ ഈ യഹോയാക്കീമിൻ്റെ തന്നെ സഹോദരനായ മഥന്യാവിനെയാണ്. ആ മഥന്യാവിനെ അവർ വന്ന് പേര് മാറ്റി സെദക്കിയാവെന്നാക്കി രാജാസനത്തിലിരുത്തി. അപ്പോൾ ഇവിടെ ഇവരിയ്ക്കുമ്പോൾ തന്നെ മിസ്രൈമ്യർ ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നു. അപ്പം ഇത് വിട്ടിട്ട് നേരെ കൽദയർ മിസ്രൈമിനെതിരെ യുദ്ധത്തിന് പോയി. ഈ സമയത്താണ് സിദക്കിയാവ് യെരൂശലേമിൽ വെച്ച് ഈ
ഈ യിരെമ്യാ പ്രവാചകനെ വരുത്തിയിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കും. ഇടയ്ക്കൊക്കെ അങ്ങനൊരു ഗുണമുണ്ട് ഈ സിദെക്കീയാവിൻ്റെ ഒരു പ്രത്യേകത. ദൈവത്തിൻ്റെ അരുളപ്പാട് ഇടയ്ക്കൊക്കെ വിളിച്ച് യിരെമ്യാ പ്രവാചകനോട് ചോദിക്കും. പക്ഷേ അത് കേൾക്കാനനുസരിക്കാനൊന്നും സിദെക്കീയാവ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ നല്ല എന്തെങ്കിലും കേൾക്കാൻ പറ്റും. ബാക്കിയുള്ള പ്രവാചകന്മാർ പറയുന്നത് പോലെ നന്മയായ കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കാനാണ് ഈ വിളിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കാൻ അയാൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രാവശ്യം വിളിച്ചിട്ട് വന്നു പറഞ്ഞു. അപ്പം ഈ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അരുളപ്പാട് ചോദിക്കാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത്. അപ്പം ദൂതന്മാരെയാണ് അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോൻ്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകും. കൽദയരോ മടങ്ങി വന്ന് ഈ നഗരത്തോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് തീ വെച്ച് ചുട്ടുകളയും. അതിനെ ഈ യഹൂദ നഗരത്തെ അല്ലെങ്കിൽ യെരുശലേം പട്ടണത്തെ. കൽദയർ നിശ്ചയമായിട്ട് നമ്മെ വിട്ടു പോകും എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത്. അങ്ങനെയാണ് മറ്റ് പ്രവാചകന്മാരൊക്കെ പറയുന്നത്. അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത്. നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽദയരുടെ സർവ്വസൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോരുത്തൻ താൻ്റെ കൂടാരത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയും. അങ്ങനെ കൽദയർ നിങ്ങളെ നശിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ വന്നാൽ പോലും ആ വീണ് കിടക്കുന്നവൻ എഴുന്നേറ്റ് വന്ന് ഈ നഗരത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ അത് ഉറപ്പായ കാര്യം എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഫറവോൻ്റെ സൈന്യം നിമിത്തം കൽദയരുടെ സൈന്യം യെരുശലേമിനെ വിട്ടു പോയപ്പോൾ യിരെമ്യാവ് ബെന്യാൻ ദേശത്ത് ചെന്ന് സ്വജനത്തിൻ്റെ ഇടയിൽ ഓഹരി വാങ്ങുവാൻ യെരുശലേമിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷെ ഇവിടെ ഈ ആ പോക്കിൽ കൽദയരുടെ പക്ഷം ചേരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവരുള്ള പ്രഭുക്കന്മാരൊക്കെ പ്രവാചകനെ പിടിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ കൽദയരുടെ കൂട്ടത്തിലൊന്നും പോകാൻ വേണ്ടി പോവുകയല്ല. പക്ഷെ അവരത് സമ്മതിച്ചില്ല. അപ്പോൾ യിരെമ്യാവെ പിടിച്ച് രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ തടവിൽ വെച്ചു. ഈ വീടെന്ന് പറഞ്ഞത് ഒരു കാരാഗ്രഹമാക്കി അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ നാളോടെ പാർക്കേണ്ടി വന്നു. അങ്ങനെ സിദെക്കീയ രാജാവ് പിന്നെ ആളയച്ച് യഹോവയെങ്കിൽ നിന്ന് വല്ല അരുളപ്പാടുണ്ടോ എന്ന് രാജാവിനെ അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു. ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു, അരമനയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഉണ്ട്, ബാബേൽ രാജാ ഉണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ട്. ഇതാണ്, നീ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അതാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. നിങ്ങൾ എന്നെ കാരാഗ്രഹത്തിലാക്കുവാൻ തക്കവണ്ണം ഞാൻ നിന്നോടും നിൻ്റെ ഭൃത്യന്മാരും. അപ്പോൾ തൻ്റെ കാര്യത്തെ സംബന്ധിച്ച് അവിടെ പറയുന്നത്, അങ്ങനെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല, ഈ ജനത്തോടും ചെയ്തിട്ടില്ല. ബാബേൽ രാജാവ് നിങ്ങളുടെ ദേശത്ത് നേരെയും ഈ ദേശത്തിൻ്റെ നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ ഇപ്പോൾ എവിടെ? ആകയാൽ യജമാനായ രാജാവെ കേൾക്കണമേ, എൻ്റെ അപേക്ഷ തിരുമനസ്സുകൊണ്ട് കൈക്കൊള്ളണമേ. ഞാൻ രായസക്കാരനായ യോനാഥാൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുത്. അപ്പോൾ സിദെക്കീയാവ് രാജാവ് യിരെമ്യാവെ കാവൽപ്പുരമുറ്റത്ത് ഏൽപ്പിക്കും. അങ്ങനെയാണ് കാവൽപ്പുരമുറ്റത്ത് തടങ്കലിലാകുന്നത്. അപ്പോൾ കാവൽപ്പുരമുറ്റത്ത് ആക്കി എന്ന് പറഞ്ഞാൽ അവിടെ കെട്ടിയിട്ടൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷേ അവിടെ തടങ്കലിലാണ് എന്നുള്ളത് ബാക്കി എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് യിരെമ്യാ പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആളുകൾ കാണുക. കാവൽപ്പുരമുറ്റത്ത് എപ്പോഴും കാവൽപ്പുരമുറ്റത്ത് തന്നെ കാണണം. അതുപോലെ തന്നെ ദിവസവും ഒരപ്പം കൊടുക്കാനും കൽപ്പിച്ചു. അങ്ങനെ അവിടെ താമസിക്കേണ്ടി വന്നു. അവിടെ കാരാഗ്രഹം തുറന്ന ജയിൽ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണെന്ന് തോന്നുന്നു. കാവൽപ്പുരമുറ്റത്ത് കെട്ടിയിടുന്നില്ല, പക്ഷേ കാവൽപ്പുരമുറ്റത്ത് എങ്ങോട്ടും പോകാനൊക്കത്തില്ല. കാരണം കാവൽപ്പുരമുറ്റത്തൊക്കെ ആകുമ്പം എപ്പോഴും ആളുകളുള്ള സ്ഥലമാണ്. അവിടെ പരിചാരകരും ഒക്കെ ഉള്ള സ്ഥലമാണ്. ആളുകളുടെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ടും പോകാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു കാരാഗ്രഹം ആയി മാറി എന്നുള്ളതാണ്. ഒരു വാളെടുത്ത് വെട്ടി വീശിയൊന്നും പോകാൻ ഒക്കത്തില്ല. അങ്ങനെ യിരെമ്യാ പ്രവാചകൻ്റെ വലിയ വാളുമില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും തോൽപ്പിക്കാൻ തക്കവണ്ണമുള്ള അധിക ജനസംഖ്യ അല്ലെങ്കിൽ പടയാളികളൊക്കെ അവിടെ ഉണ്ട് താനും. അതുകൊണ്ട് അതും സാധ്യമല്ല. ഒരു തടങ്കിൽ തന്നെ കാവൽപ്പുരമുറ്റത്തായിരുന്നു എന്ന് ആണ് സത്യം. കഴിക്കാനുള്ള ആഹാരവും ദിനംപ്രതി ആവശ്യമായത് ഒരപ്പം വീതം കൊടുക്കാനും രാജാവ് കൽപ്പിച്ചു. അങ്ങനെ കാവൽപ്പുരമുറ്റത്ത് തടങ്കലിലാണ് ഇപ്പോൾ യിരെമ്യാ പ്രവാചകൻ. മൂന്നാമത്തെ വായനാഭാഗത്തിൽ നിന്ന് മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം. മുമ്പ് നമ്മൾ വായിച്ച അധ്യായത്തിൽ യേശുക്രിസ്തുവും ശിഷ്യന്മാരുമൊക്കെ യഹൂദയുടെ അതിരിങ്കൽ ആയിരുന്നു, യോർദാനിക്കരെ അതിരിങ്കലായിരുന്നു. അവിടുന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് യെരുശലേമിനോട് സമീപിച്ചിരിക്കുന്നു. അവർ യെരുശലേമിനടുത്തെത്തി ഒലിവ് മലയരികെ ബേത്ഫാഗയിലും ബഥാനിയയിലും എത്തിയപ്പോൾ ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നീ എതിരെയുള്ള ഗ്രാമത്തിൽ നിങ്ങൾ ചെല്ലുക,
അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അപ്പം ഇവിടെ നമ്മൾ സെഖരിയാവ് 9:9 അവിടെ നമ്മൾ വായിക്കുന്നത് കഴുതക്കുട്ടിയെ മാത്രമല്ല, കഴുതക്കുട്ടിയെ അതിൻ്റെ കുഞ്ഞിനെയുമാണ്. അല്ല, കഴുതക്കുട്ടിയെയും അമ്മയെയും തള്ളക്കഴുത രണ്ടുമുണ്ട് അത് വായിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കഴുതക്കുട്ടിയെക്കുറിച്ച് മാത്രമേ പറയുന്നു. കാരണം കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശുക്രിസ്തു കയറിയത് അതുകൊണ്ടായിരിക്കും. അപ്പോൾ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറുമ്പോൾ അതിൻ്റെ തള്ളയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെ രണ്ടിനെ അഴിച്ചു എന്നാണ് നമ്മൾ വേറെ ഭാഗത്ത് വായിക്കുന്നത്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതാണ്. അതിനെ അഴിച്ചു കൊണ്ടുവരാൻ പറയുന്നു. എന്തിനാണ് ഇത് അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയാൻ പറയും. അപ്പോൾ കർത്താവിനെ അറിയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതായിരിക്കാം ഈ കഴുത എന്നുള്ളതാണ്. ഉടനെ ആ ക്ഷണത്തിൽ തന്നെ അതിനെ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് പറയുന്നു. അവർ പോയി അങ്ങനെ തന്നെ ചെയ്തു. അവർ കൊണ്ടുവന്നു, കഴുതക്കുട്ടി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. യേശുക്രിസ്തു ആ കഴുതക്കുട്ടിമേൽ കയറി. വഴിയിൽ വന്നവരൊക്കെയും വഴിയിൽ അനേക തുണികൾ അല്ലെങ്കിൽ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വസ്ത്രം വഴിയിലിട്ടു. ചില്ലിക്കൊമ്പുകൾ വെട്ടി ഇലകളൊക്കെ വെട്ടി വഴിയിൽ വിതറി. അതിൻ്റെ പുറത്തൂടെയാണ് യേശുക്രിസ്തു കഴുതയുടെ പുറത്ത് നടക്കുന്നത്. മുമ്പും പിമ്പും നടക്കുന്നവരെല്ലാവരും ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ആർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പോക്ക് നേരെ യെരുശലേം ദേവാലയത്തിലേക്കാണ്. പിറ്റേനാൾ അവൻ യെരുശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് 12 പേരോടുകൂടി ബഥാനിയയിലേക്ക് പോയി. ഇത് വളരെ ചുരുക്കമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പിറ്റേനാൾ അവർ ബഥാന്യ വിട്ടു പോരുമ്പോൾ അവൻ വിശന്നു. ശരി, അതിനകത്ത് ഇവിടുത്തായിട്ട് ബന്ധപ്പെട്ടല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം വായിക്കാം. അവർ യെരുശലേമിലെത്തിയപ്പോൾ ദൈവാലയത്തിൽ കടന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. അപ്പോൾ ഇതൊരു കച്ചവട സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ദേവാലയത്തിൻ്റെ വിശുദ്ധിയും പരിശുദ്ധിയും ഒക്കെ അവർ മറന്നുകൊണ്ട് അവിടെ വരുന്ന തീർത്ഥാടകരോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തരോ അവിടെ വരുന്ന കാഴ്ചക്കാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പല സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലമായി. അപ്പോൾ അവിടെ പ്രാവ്, കുരുകിൽ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയും വിൽക്കുക. പിന്നെ വേറെ എന്തൊക്കെയാണ് അവിടെ വിൽക്കുന്നത് അറിയത്തില്ല. അവിടെ പൊൻവാണിഭക്കാരുണ്ട്. അവരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ടു. പ്രാവൊക്കെ അവിടെ യാഗത്തിന് വേണ്ടിയുള്ള പ്രാവുകളാണ്. അതിനെയൊക്കെ മറിച്ചിട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇത് എൻ്റെ ആലയം, സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ ക്രിസ്തു അവിടെ നിൽക്കുമ്പോൾ അവരെ ആരെയും സമ്മതിച്ചില്ല, എല്ലാവരെയും അടിച്ചു പുറത്താക്കി. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അതിനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവരുടെയും കൂടെ അനുവാദത്തോടു കൂടിയാണ് ഈ കച്ചവടങ്ങൾ നടക്കുന്നത്. മഹാപുരോഹിതനും ശാസ്ത്രിമാരും ഒക്കെ അവർ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ യേശുക്രിസ്തു ചെയ്തത്. അവർ ചെയ്യുമ്പോൾ അവർ അനുവദിക്കുന്നുണ്ട്. അവർക്കതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നുണ്ടാകും. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം സർക്കാരിൻ്റെ ഉടമസ്ഥതയുള്ള ഏതെങ്കിലും കെട്ടിടങ്ങളിൽ കടകൾ നടത്തുമ്പോൾ സർക്കാരിന് പണം കെട്ടിവെക്കണം. അല്ലെങ്കിൽ ലേലം വിളിക്കുമ്പോൾ ലേലത്തിൽ കൂടുതൽ വിളിക്കുന്ന ആർക്കാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇത് ചെയ്യുന്നതിന് ഇവർക്ക് എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങളുണ്ടായിരിക്കാം. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് തടസ്സം വരുന്നതുകൊണ്ട് ക്രിസ്തുവിനെ കൊല്ലുവാൻ അവർ താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു കാര്യം കാണുന്നത്, അവിടെ ഒരു അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അത്തിവൃക്ഷത്തിൽ നിന്ന് വല്ലതും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കുന്നൊരു സംഭവം അവിടെ നിന്ന് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അടുത്ത് ചെന്നപ്പോൾ പക്ഷേ അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞിട്ടും അതിൽ നിന്നും ഒന്നും കഴിക്കാൻ കിട്ടാത്തത് കൊണ്ട് ക്രിസ്തു പറഞ്ഞു, ഇനി നിങ്ങൾ നിന്ന് ആരും ഇനി ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് പിന്നെ നമ്മൾ താഴോട്ട് കാണുമ്പം രാവിലെ അവർ കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസ് ഈ നേരത്തെ ക്രിസ്തു ശപിച്ചത് ഓർമ്മ വന്നു. അവിടെ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ അത്തിവൃക്ഷത്തിന് ഫലമില്ലാത്ത കാലത്തും അത്തിവൃക്ഷത്തിൽ നിന്ന് തിന്നാൻ എന്തെങ്കിലും കിട്ടും. അതാണ് അത്തിവൃക്ഷത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ തലപ്പഴം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിൻ്റെ മുൻപുണ്ടാകുന്നൊരു ഭാഗം,
അത് ഫ്രൂട്ടായിരിക്കില്ല, പക്ഷേ അത് ഭക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ അത്തിവൃക്ഷത്തിൻ്റെ പ്രത്യേകതയാണ്. അതൊരിക്കലും അതിൽ നിന്ന് ഫലം കാണാതിരിക്കുകയില്ല. അപ്പോൾ അത്തിവൃക്ഷത്തെ നമ്മളുമായിട്ട് ഇവിടെ നമ്മൾ കാണേണ്ട, ഈ അത്തിവൃക്ഷം ഫലം ഇല്ലാതിരിക്കുന്ന ഒരു സമയം ഒരിക്കലും കാണാതിരിക്കില്ല. ആ അത്തിപ്പഴം എന്ന് പറയുന്ന ഫ്രൂട്ടല്ല, പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെയും ഫലം കിട്ടുന്ന ആണ് അത്തിവൃക്ഷത്തിൻ്റെ പ്രത്യേകത എപ്പോഴും. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തെ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഫലം പുറപ്പെടുവിക്കുകയും നല്ല ഫലം പുറപ്പെടുവിക്കുകയും അത് ദൈവത്തിന് മഹത്വകരമായി തീരുകയും ചെയ്യുന്നൊരു ജീവിതമായിരിക്കണം ഒരു വിശ്വാസിയുടെ എന്നുള്ള ഒരു പാഠം കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ വെറുതെ ഒരു അത്തിവൃക്ഷത്തിനെ ശപിച്ചു, യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പോലെയല്ലോ അനാവശ്യമായൊരു പ്രവൃത്തി അല്ലെങ്കിൽ അനീതിയുള്ളൊരു കാര്യമാണല്ലോ യേശുക്രിസ്തു ചെയ്തിരിക്കുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സത്യവും കാര്യങ്ങളുമുണ്ട്. ഒരു അത്തിവൃക്ഷമേ നശിച്ചുള്ളൂ. നമ്മളാകുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് അത്തിവൃക്ഷങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി ഒരു അത്തിവൃക്ഷം നശിക്കുന്നത് ഒരു കാര്യമേ അല്ല. യേശുക്രിസ്തു അങ്ങനെയാണല്ലോ. യേശുക്രിസ്തു യാഗമായി അർപ്പിക്കപ്പെട്ടു. എന്തിനാണ്? നമ്മളായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അപ്പോൾ അത്തിവൃക്ഷം നശിച്ചതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം യേശുക്രിസ്തു, അതിനേക്കാളും വിലയേറിയ യേശുക്രിസ്തു നശിക്കുമ്പോൾ, ഇല്ലാതായിത്തീരുമ്പോൾ, കഷ്ടവും പ്രയാസവും വേദനയും ദുഃഖവും ഭാരവും ഒക്കെ പെട്ട് മരിക്കേണ്ടുന്ന ഒരു ഏറ്റവും അനീതിയുള്ള ഒരു മരണം സംഭവിക്കുമ്പോൾ, അപ്പോൾ ആ ഒരു മനുഷ്യനാൽ ഇത്രയും ലോകത്ത് ആൾക്കാർ രക്ഷയിലേക്ക് വരുവാൻ കാരണമാകുന്നത് പോലെ ഈ അത്തിവൃക്ഷം നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയുള്ള ഒരു ഉപദേശമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് അതിനെക്കുറിച്ച് കണ്ടാൽ മതിയാകും. പിന്നെ അവിടുന്ന് പോകുമ്പോൾ ശാസ്ത്രിമാരും മൂപ്പന്മാരും പരീശന്മാരും ക്രിസ്തുവിനോട് ചോദിക്കുന്നു, ഇതൊക്കെ എന്ത് അധികാരം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം യേശുക്രിസ്തു അവരോട്, ഞാനൊരു കാര്യം ചോദിക്കാം, അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്ക് ഉത്തരം പറയാം. യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ ഉണ്ടായത്? അവരിങ്ങനെ വല്ലാത്ത അവസ്ഥയിലായി. അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ അവനെ നിങ്ങൾ വിശ്വസിക്കാത്ത എന്ത് എന്ന് ക്രിസ്തു ചോദിക്കും. അതിനുള്ള സാധ്യതയുണ്ട്. മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകൻ ആണെന്ന് എണ്ണുകയാണല്ലോ. അതുകൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു. അങ്ങനെയും ഉത്തരം പറഞ്ഞില്ല. രണ്ടുത്തരം പറഞ്ഞില്ല. സ്വർഗത്തിൽ നിന്നാണെന്നോ മനുഷ്യരിൽ നിന്നാണെന്നോ ഉണ്ടായെന്ന് പറഞ്ഞില്ല. അത് പറയാത്തത് കൊണ്ട് യേശു അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. എന്നാൽ ഞാനും എന്തധികാരം കൊണ്ട് ഇത് ചെയ്യുന്നുവെന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് 11-ാം അധ്യായം അവസാനിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് നമ്മൾ നേരത്തെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വർണ്ണനകൾ കണ്ടതുപോലെ ഇവിടെയും നമ്മുടെ ജീവിതത്തിൽ ഈ അധ്യായം എങ്ങനെയാണ് ആയിരിക്കേണ്ടത് എന്നുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയ ഒരു ദിവസത്തിൽ ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് ആലോചിക്കാനും മനസ്സിലാക്കുവാനും ദൈവം ഇടതന്നു. ദൈവത്തിന് നന്ദിയും മഹത്വവും കരേറ്റാം. നാളെ നമുക്ക് പുതിയ ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.